കലൂർ സ്റ്റേഡിയത്തിൽ പരിപാടിക്കിടെ ഉമാ തോമസ് വീഴുന്ന ദൃശ്യങ്ങൾ മീഡിയ വണ്ണിന് ലഭിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ഉമാ തോമസിനെ പിടിക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. അതിനിടെ സ്റ്റേജ് പരിശോധിച്ച പൊതുമരാമത്ത് വകുപ്പ് റിപ്പോർട്ട് പോലീസിന് കൈമാറി. സ്റ്റേജ് ദുർബലമായി നിർമ്മിച്ചതാണെന്നും സ്റ്റേജിന്റെ മുൻഭാഗത്ത് ചെരിവുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംഘാടകരായ മൃതകവിഷന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു. കലൂർ സ്റ്റേഡിയത്തിലെ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച അന്വേഷണത്തിൽ വീഴ്ചയുണ്ടാവില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ മീഡിയ വണ്ണിനോട്. ഗുരുതര സുരക്ഷാ വീഴ്ച ഉണ്ടായി, കൈവരി പോലും കെട്ടിയുറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലെന്നും സജി ചെറിയാൻ പറഞ്ഞു. ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ മുൻവശത്ത് സുരക്ഷിതത്വമുള്ള കൈവരി ബാരിക്കേഡ് കെട്ടി ഉറപ്പിക്കേണ്ടതായിരുന്നു, അതുണ്ടായില്ല. ഈ കാര്യത്തിൽ വീഴ്ച വന്നു. ഇതിനകത്ത് വിട്ടുവീഴ്ച മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, അന്വേഷിക്കുന്നുണ്ടല്ലോ, പല പേരിൽ ജാമ്യമില്ല വകുപ്പിട്ട് കേസെടുത്തല്ലോ. അത് അതിന്റെ വഴിക്ക് പറ്റുക എന്താണ് സംഭവിച്ചെന്നുള്ളത് പരിശോധിക്കുന്നു. ഓപ്പറേഷന്റെ ഭാഗത്തോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് അന്വേഷണത്തിന്റെ ഭാഗത്തുണ്ടായി. സിജോ വി ജോൺ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. സിജോ, ആദ്യഘട്ടത്തിൽ തന്നെ അടിമുടി വീഴ്ച, സുരക്ഷാ വീഴ്ചയുണ്ട്, എല്ലാ തരത്തിലുള്ള വീഴ്ചകളും ഉണ്ട് എന്ന് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലായതാണ്. ഇക്കാര്യത്തിൽ ഇന്നിപ്പോൾ ഈ ദൃശ്യങ്ങൾ കൂടി കാണുമ്പോൾ നമുക്ക് രണ്ടുപേർക്ക് നടന്നു പോകാൻ, ഒരാൾക്ക് നടന്നു പോകാൻ പോലും സ്ഥലമില്ലാത്ത ഒരു ഈ പ്രദേശമാണിത്. ഒരു സ്റ്റേജാണ് ഒരുക്കിയത്. അത്തരത്തിൽ ആ വീഴ്ചയുടെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ എല്ലാ കാര്യങ്ങളും വ്യക്തമാവുകയാണ്. വീഴ്ചയുടെ കൂടുതൽ തെളിവുകൾ നമുക്ക് കാണാൻ വരെ സാധിക്കുന്നു ഈ ദൃശ്യങ്ങളിലൂടെ. ഞെട്ടിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ വീഴാനുള്ള ഒരു സാഹചര്യം അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. എന്തുകൊണ്ട് ഏതൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നതാണ്. അതിലേക്ക് എങ്ങനെയാണ് ഇത് നടന്നിരിക്കുന്നത് എന്നുള്ള കാഴ്ചകൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ ടെലിവിഷൻ സ്ക്രീനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാം, ഈ സ്റ്റേജ് നിർമ്മാണത്തിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉമാ തോമസ് നടന്നു വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. മന്ത്രി ഉൾപ്പെടെ അവിടെ എത്തിയതിനു ശേഷമാണ് ഉമാ തോമസ് ഈ സ്റ്റേജിലേക്ക് കടന്നു വരുന്നത്. ഉമാ തോമസ് കയറി വരുന്ന ആദ്യം ഒഴിവ് കാണുന്ന സീറ്റുകളിൽ ആണ് ഇരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ തൊട്ടപ്പുറത്തേക്ക് മാറിയിരിക്കാമെന്ന് സംഘാടകരിൽ ഒരാൾ പറയുന്നു. സിജോയ് ഉൾപ്പെടെ പുറകിലുണ്ട്. അവർ റിക്വസ്റ്റ് ചെയ്തതനുസരിച്ച് മിനിസ്റ്റർ ഉൾപ്പെടെ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഉമാ തോമസ് മാറുകയാണ്. അങ്ങനെ മാറാൻ ശ്രമിക്കുന്നതിനിടെ ഒരു സംഘാടകയായിട്ടുള്ള ഒരു വനിതയെ മറികടന്ന് മുന്നോട്ട് സൈഡിലോട്ട് കടന്നുകൊണ്ട് പോകുന്നിടെയാണ് സൈഡിലോട്ട് ചെരിയുന്നത്. പെട്ടെന്ന് ഇങ്ങനെ റിബണിൽ പിടിക്കാൻ, കൈവരി ആണെന്ന് എന്ന നിലയിൽ അതിന് പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ റിബൺ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു കൈവരിയാണ്. അത്തരത്തിൽ ഏറെ ബലമില്ലാത്തൊരു ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൽ പിടിക്കുന്നതിന് മുമ്പ് തന്നെ തട്ടിമറിഞ്ഞ് താഴത്തോട്ട് പോകുന്ന ആ ഒരു കാഴ്ചയാണുള്ളത്. ഏറെ ഉയരത്തിൽ നിന്ന് താഴത്തേക്ക് വീഴുന്നു. അത്തരത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഈ വാർത്ത, ഈ അപകടം ഉണ്ടായ സമയം മുതൽ നമ്മൾ ഇത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അപകടത്തിലേക്ക് പോയതെന്നുള്ള വളരെ കാര്യം വ്യക്തമാക്കിയിരുന്നു. കാരണം അതിൻ്റെ സ്റ്റേജിന് 2 ലൈനായിട്ടാണ് കസേരകൾ ഇട്ടിരിക്കുന്നത്. ഒരാൾക്ക് മാത്രം ജസ്റ്റ് പാസ് ചെയ്ത് കടന്നു പോകാൻ പറ്റുന്ന ഒരു വഴി മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ വഴിയിലൂടെയാണ് ഇങ്ങനെ ജസ്റ്റ് ക്രോസ് ചെയ്യുന്നതിനിടെയാണ് അപകടം സംഭവിക്കുന്നത്. ഒരുപക്ഷെ അത്തരത്തിൽ വളരെ സുരക്ഷിതത്വമുള്ള ഒരു ബലമുള്ള ഒരു കൈവരിയാണ് ആ സൈഡിൽ നിർമ്മിച്ചിരുന്നതെങ്കിൽ അങ്ങനെ ചെരിഞ്ഞ് വീഴുകയാണെങ്കിൽ പോലും അതിൽ തട്ടി താഴത്തോട്ട് പോകാതിരിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു സാഹചര്യമില്ല. റിബൺ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. കാരണം സ്ലിപ്പായി അങ്ങ് ചെരിഞ്ഞ് താഴത്തോട്ട് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഉള്ളത്. എന്തായാലും ഈ അപകടത്തിൻ്റെ ഒരു ഭീകരത ഏറെ വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ മീഡിയ വൺ പുറത്തുവിടുന്നത്. എന്തായാലും ഇനി ഇതിൽ എന്ത് നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും കോർപ്പറേഷൻ മന്ത്രി ഉൾപ്പെടെ പറയുന്നുണ്ട് ഈ കാര്യത്തിൽ വളരെയധികം സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം പറയുന്നു. പക്ഷേ ഇതുവരെയും കൊച്ചി കോർപ്പറേഷൻ മാത്രമാണ് പൊടിക്കെങ്കിലും ഒരു കലൂരിൽ ഉമാ തോമസ് എംഎൽഎക്ക് വീണ് ഗുരുതരമായി പരിക്കേറ്റ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. സിജോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങാതെ എന്തൊക്കെ നടപടികൾ ഉണ്ടാകുമെന്നാണ് കണ്ടറിയേണ്ടത്. സിജോ വി ജോൺ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.